ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോഹൻലാൽ സ്റ്റേറ്റ്സ് ബഡ്സ് ടേസ്റ്റ് ഓഫ് കേരള. പല നാട്ടുകാരും പല വിഭാഗക്കാരാണ്. ഇച്ചിരി മീൻകറി ഉണ്ടായിരുന്നെങ്കിൽ ഊണ് കഴിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടർ. ഇനി മീൻകറി ഇല്ലാതെ എങ്ങനെയാ ഊണ് കഴിക്കുക? ഇന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നാളെ മേടിക്കാം എന്ന് വിചാരിക്കുന്ന മറ്റൊരു കൂട്ടർ. ഇനി വേറൊരു വിഭാഗമുണ്ട്, മീൻകറി ഇല്ലേ എന്നാൽ ഊണ് കഴിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന മറ്റൊരു കൂട്ടർ. അക്കൂട്ടരുടെ ഇടയിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ കൊല്ലത്താണ്. കൊല്ലത്തുകാർ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യവാന്മാരാണ്. വിശാലമായ കടൽ തീരം, ഒരുപാട് ധാരാളം മത്സ്യവിഭവങ്ങൾ, അതുപോലെ തന്നെ അവരുടെ മീലിനൊപ്പം എന്തായാലും ഒരു മീൻകറി മസ്റ്റാണ്. അപ്പോൾ കൊല്ലത്തുകാരുടെ മത്സ്യവിഭവങ്ങൾ അന്വേഷിച്ചാണ് ഞാൻ വീണ്ടും കൊല്ലത്തെത്തിയിരിക്കുന്നത്. ഇന്ന് ഒരു പടി മാറ്റി ചവിട്ടാൻ നമ്മൾ തീരുമാനിച്ചു. സാധാരണ വീടുകളിലേക്കാണെങ്കിൽ ഇന്നൊരു 5 സ്റ്റാർ ഹോട്ടലിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത്. ഈ 5 സ്റ്റാർ ഹോട്ടലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 5 സ്റ്റാർ ഹോട്ടലാണെങ്കിൽ പോലും കൂടുതൽ പ്രാധാന്യം നാടൻ വിഭവങ്ങൾക്ക് നൽകുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും വീട്ടുകളിൽ തന്നെ കിട്ടാൻ അപൂർവങ്ങളായ പല വിഭവങ്ങളും ഈ 5 സ്റ്റാർ ഹോട്ടലിൽ കിട്ടും. ഞാനിപ്പോൾ പോകുന്നത് ബീച്ച് ഓർക്കിഡിലേക്കാണ്. ബീച്ച് ഓർക്കിഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൊല്ലം ബീച്ചിനോട് ചേർന്ന് തന്നെയാണ് ബീച്ച് ഓർക്കിഡ്. അപ്പോൾ കാഴ്ചകൾ കാണാം. കൊല്ലം ബീച്ചിന്റെ മനോഹരമായ കടപ്പുറമുണ്ട്, തൊട്ടടുത്ത് തന്നെ ബീച്ച് ഓർക്കിഡും ഉണ്ട്. എന്തായാലും ഞാൻ അടുക്കളയിലേക്ക് മാർച്ച് ചെയ്യുന്നു. On your mark, set, go baby go. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ബീച്ച് ഓർക്കിഡ് ഹോട്ടലിന്റെ MD-യുടെ അടുത്താണ്. അദ്ദേഹത്തിന്റെ പേര് ശ്രീകുമാർ എന്നാണ്, K. ശ്രീകുമാർ. സാർ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയം എന്ന് വെച്ചാൽ കൊല്ലം എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ ഒരു ഈ ആശയം എങ്ങനെയാണ് ഉത്ഭവിക്കുന്നത്? പ്രമുഖ നഗരമായിരുന്ന കൊല്ലം ഒരു കാലത്ത് ലോകത്തിൽ എല്ലാ സ്ഥലങ്ങളിലും അറിയപ്പെട്ടിരുന്ന ഒരു വാണിജ്യ നഗരമായിരുന്നു. എന്നാൽ ധാരാളം ബ്രിട്ടീഷുകാരും പോർട്ടുഗീസുകാരും ഡച്ചുകാരും എല്ലാം തിങ്ങിപ്പാർച്ച തങ്കശ്ശേരി കോട്ട, അതുപോലെ തന്നെ കൊല്ലം ബീച്ചിന്റെ വിവിധ ഭാഗങ്ങൾ, ഇപ്പോൾ തന്നെ ആ പഴയ ചരിത്ര സ്മാരകങ്ങൾ നിങ്ങൾക്ക് കാണാം കൊല്ലം ബീച്ചിന്റെ പല ഭാഗങ്ങളിലും. അങ്ങനെയുള്ള കൊല്ലത്ത് ഏറ്റവും വലിയൊരു പ്രോബ്ലം ഒരു നല്ല താമസ സ്ഥലം കിട്ടുക എന്നുള്ളതാണ്. കഴിഞ്ഞ കാലത്ത് ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇവിടെ വിദേശത്തേക്കായിരുന്നു, അതിനുശേഷം തിരിച്ചു വന്ന് ഇവിടെ ബിസിനസ് തുടങ്ങിയ കാലത്ത് തന്നെ ധാരാളം ഗസ്റ്റുകൾ, എനിക്ക് തന്നെ പല ഗസ്റ്റുകൾ ബോംബെ, ഡൽഹി പല സ്ഥലങ്ങളിൽ ഇവിടെ കൊല്ലത്തൊരു താമസസൗകര്യമില്ലെന്ന് പറഞ്ഞാൽ അവരെല്ലാം തിരുവനന്തപുരം, എറണാകുളം. അപ്പോൾ അവർ ആ ഒരു ആശയം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് അങ്ങനെയാണ് ഒരു ഹോട്ടൽ പണിയുക. ആ ഹോട്ടൽ പണിയുന്നതിന് കൊല്ലത്തെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം തന്നെ, ഒരു കാലത്ത് കൊല്ലത്ത് പ്രശസ്തമായ ഒരു ഹോട്ടൽ നിന്ന സ്ഥലമാണിത്, CV ഹോട്ടൽ. 1960-കൾക്ക് കൊല്ലം തുറമുഖം സജീവമായിരുന്ന കാലത്തെ CV ഹോട്ടൽ എന്ന സ്ഥലത്ത് തന്നെ സ്ഥലം തന്നെ തിരഞ്ഞെടുത്ത് ഇതുപോലെ മനോഹരമായ ഒരു ഹോട്ടൽ പണിയണമെന്നുള്ള ആശയം വളരെ ആ സ്ഥലം വാങ്ങിച്ച സമയത്ത് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതേതായാലും ഈ കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾക്ക് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഒരുപാട് സന്തോഷം. പക്ഷേ ടേസ്റ്റ് ഓഫ് കേരളയ്ക്ക് അറിയേണ്ടത് ഇതൊന്നുമല്ല, കാരണം നമ്മുടെ അന്വേഷണത്തിൽ ഇവിടെ ഒരുപാട് നാടൻ വിഭവങ്ങളുണ്ട്. ശരിക്കും ഒരു ഇന്റർനാഷണൽ ഹോട്ടലിലാവുമ്പോഴത്തേക്ക് ചൈനീസും കോണ്ടിനെന്റലും ഒക്കെയാണ് കൂടുതൽ ഗസ്റ്റുകൾ വരുന്ന രീതിയിലാണെങ്കിൽ, പക്ഷേ എത്രത്തോളം നാടൻ വിഭവങ്ങൾ ഇവിടെ ഇത് ചെയ്യാൻ പറ്റും? കപ്പയും ഫിഷ് കറിയും ഞങ്ങളുടെ വളരെ ഒരു ഡിഷസാണ്. മിക്കവാറും ദിവസങ്ങളിൽ അത് ലഞ്ചിനോടൊപ്പം കപ്പയും ഫിഷ് കറിയാണ്. നമ്മുടെ ആ നാടൻ ഫിഷ് കറി എന്ന് പറയുന്നത് വറുത്തരച്ച ഫിഷ് കറി, പിന്നെ പുളിങ്കറി, അതുപോലെ തന്നെ കോഴി വറുത്തരച്ച കറി, അവിയൽ, തീയൽ, അങ്ങനെയുള്ള എല്ലാം ഞങ്ങളുടെ ആ ബുഫയിൽ ഉൾപ്പെടും. അപ്പോൾ കേരളീയരായ ആളുകൾക്ക് ഉച്ചഭക്ഷണത്തിൽ അവർക്ക് ആ ഡിഷസ് ഉണ്ട്. കോണ്ടിനെന്റ് വരും. നമ്മൾ എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ഇന്റർ കോണ്ടിനെന്റ് റെസ്റ്റോറന്റ് ഉണ്ട്. കൂടാതെ ഞങ്ങൾക്ക് ഒരു ലൈവ് ബാർബിക്യൂ റെസ്റ്റോറന്റ് റൂഫ് ടോപ്പിലുണ്ട്. ആ ബാർബിക്യൂ എന്ന് പറഞ്ഞാൽ സ്പെഷ്യാലിറ്റി റെസ്റ്റോറന്റ്. അതിലാണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള നമ്മുടെ ക്രാബ്, ലോബ്സ്റ്റർ, ഞണ്ട്, ഇതൊക്കെല്ലാം അത് തന്നെ ക്രാബ്, അത് എല്ലാം എടുത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്ത് ഫ്രൈ ചെയ്യുന്ന സംവിധാനം അവിടെ ഉണ്ട്. ഓക്കെ, ഒരുക്കിയിട്ടുണ്ട്.
അപ്പോ ഈ ആഹാരം കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാവും. അതെ അതെ അല്ലെ എവിടെ. അപ്പോ അവർക്ക് അതിന്റെ മെയിൻ ഫോക്കസ് രുചി ഉണ്ടാവണം, പിന്നെ അവരുടെ ബഡ്ജറ്റ് ഒതുങ്ങുകയും വേണം. അപ്പൊ അത് രണ്ടും ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ടേസ്റ്റ് ഓഫ് കേരളയുടെ പ്രേക്ഷകർ ഒരുപക്ഷെ സന്തോഷമായിട്ടുണ്ടാവും. എന്തായാലും ഞാൻ ഇനി റെസ്റ്റോറന്റിലേക്ക് ഇടിച്ചു കയറാൻ പോവാണ്. നമ്മളിപ്പോ ബീച്ച് ഓർക്കിഡിന്റെ റൂഫ് ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ മനോഹരമായ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അത് മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൊല്ലം ബീച്ചിന്റെ മനോഹരമായ ഭംഗി കാണാൻ പറ്റും. മാത്രമല്ല ഇവിടുത്തെ ഈ റെസ്റ്റോറന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ലൈവ് ഫിഷ്, പിന്നെ ലോബ്സ്റ്റർ, ക്രാബ് ഇതെല്ലാം ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ കഴിക്കാനായിട്ട് വരുന്ന ആൾക്കാർക്ക് വലിയ ഞണ്ടും കൊഞ്ചും ലോബ്സ്റ്ററും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അത് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ അതേ സാധനം തന്നെ പൊരിച്ചോ കറി വെച്ചോ, പ്രത്യേക നാടൻ വേണമെങ്കിൽ നാടൻ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ വേണമെങ്കിൽ കോണ്ടിനെന്റൽ വേണമെങ്കിൽ കോണ്ടിനെന്റൽ, നോർത്ത് ഇന്ത്യൻ വേണമെങ്കിൽ നോർത്ത് ഇന്ത്യൻ, ഏത് വേണമെങ്കിലും നമ്മുടെ ഓപ്ഷനാണ്. അല്ല എപ്പോഴും ഇതിന്റെ കൂടെ തന്നെയാണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ പേര് തുളസീധരൻ പിള്ളൈ എന്നാണ്. 30 വർഷമായി ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട് അല്ലെ? 30 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. 25 വർഷം താജിലായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. അതിനുശേഷം ഓസ്ട്രേലിയയിൽ 4 വർഷം, വീണ്ടും സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. കൊല്ലത്തുകാരുടെ സ്വന്തം വിഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടി അല്ലേ? ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ പ്രത്യേകത ഇത് ജീവനുള്ള ലോബ്സ്റ്റർ ആണ്. സാർ ഒന്ന് രണ്ടെണ്ണത്തിന് എടുത്ത് കാണിക്കും. കണ്ടോ, നല്ല നല്ല പെടപെടയ്ക്കുന്ന ലോബ്സ്റ്റർ ആണ്. കണ്ടോ, പെടപെടയ്ക്കുന്ന ലോബ്സ്റ്റർ ആണ് ഇത്. എനിക്ക് സായിപ്പന്മാരുടെ ഇഷ്ട വിഭവമാണ് അല്ലെ? വലിയ ക്രാബാണ്. ഈ ഒരു ക്രാബിനൊക്കെ ഇത് ഒരു പിന്നെ ഒരു സ്പെഷ്യൽ ഡിഷായി വരുമ്പോഴത്തേക്ക് എത്ര കോസ്റ്റ് ഉണ്ടാവും സാർ? ഇതിന് ആക്ച്വൽ കോസ്റ്റ് വരുമ്പോഴത്തേക്ക് ഇതിനൊരു 200 രൂപ വരും. ആക്ച്വൽ നമ്മുടെ സെയിൽസ് പ്രൈസ് ഇതിന്റെ കോസ്റ്റ്. ഡിഷായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ ആയിട്ടുള്ള രീതിയിൽ അത് ട്രേഡ് സീക്രട്ട് ആണ്. എന്താണെങ്കിലും ഇനി സാറിനോടൊപ്പം കൂടുകയാണ്.